ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാനൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബ്യൂട്ടി ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ലിപ് ബാം ആണ്. നമ്മുടെ വീട്ടിലുള്ള രണ്ട് കാര്യങ്ങൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ലിപ് ബാമാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഇഷ്ടമുള്ള നിറങ്ങളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിനു വേണ്ടി കടകളിൽ പോയി ഒത്തിരി എക്സ്പെൻസീവായിട്ടുള്ള അല്ലെങ്കിൽ ബ്രാൻഡുകളൊക്കെ നോക്കിയിട്ട് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ലിപ് ബാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ രണ്ട് കാര്യങ്ങളാണ് ചേർക്കണേന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ആദ്യം ഞാൻ ചേർക്കുന്നത് വാസലിനാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ഒന്നാണ് വാസലിൻ. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ഉള്ള വാസലിൻ എടുക്കുന്നുണ്ട്. ഇനി അടുത്തത് എടുക്കാൻ പോകുന്നത് ലിപ്സ്റ്റിക്കുകൾ. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇഷ്ടമുള്ള നിറങ്ങളൊക്കെ ഉള്ള ലിപ്സ്റ്റിക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ചില ലിപ്സ്റ്റിക്കൊക്കെ ഒത്തിരി പഴുതായി പോയിട്ടുണ്ടാവും. അതായത് നമുക്കിങ്ങനെ തുറക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെ കാണും. ചിലത് അതിൻ്റെ മുഴുവൻ തീർന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കുഞ്ഞു പൊടിയൊക്കെ കാണും. അപ്പോൾ അങ്ങനത്തെ ലിപ്സ്റ്റിക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നമ്മൾ എന്തായാലും മേടിക്കുമ്പോൾ ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ് മേടിക്കുക. അപ്പോൾ അങ്ങനത്തെ ലിപ്സ്റ്റിക്കുകളിൽ നിന്ന് വളരെ കുറച്ച് നമ്മൾ ഈ വാസലിനോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറായിരുന്നു. പക്ഷേ അത് മുറിഞ്ഞൊക്കെ പോയി, കുഞ്ഞുങ്ങളൊക്കെ വലിച്ചെറിഞ്ഞും അതങ്ങനെ മുറിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇത്രയും പോകുന്നൊരു ഭാഗം നിങ്ങൾക്ക് കാണുന്നില്ലേ? ഇത്രയും പോകുന്ന ഒരു ഭാഗമാണ് ഞാൻ ഇതിനകത്ത് ഈ വാസലിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിന് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു കുറച്ചും കൂടെ കടുപ്പം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇനി വളരെ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ലിപ്സ്റ്റിക്ക് എടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡാർക്കും ലൈറ്റൊക്കെ ആക്കാം കേട്ടോ. ഇനി നമുക്കത് സ്പൂൺ വെച്ചിട്ട് ഞാൻ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാൻ ചെയ്യുന്നത്. അതായത് ഇപ്പം മൈക്രോവേവ് ഉണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡോളം നമുക്ക് ഈ ഒരു ബൗള് മൈക്രോവേവിനകത്ത് വെച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പം എല്ലാ വീട്ടിലും മൈക്രോവേവ് ഉണ്ടാവണമെന്നില്ല. അപ്പം മൈക്രോവേവ് ഇല്ലാത്ത വീടുകളിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. അപ്പോൾ ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു പാത്രം, നമ്മൾ അങ്ങനത്തെ ഒരു പാത്രം എടുക്കാൻ നോക്കുക. ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബൗൾ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം ആയാലും കുഴപ്പമില്ല. അപ്പോൾ അത് ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കതൊന്ന് അതിൻ്റെ മേലെ വെക്കണം. അപ്പോൾ എന്തായാലും അവിടെ വെള്ളം തിളച്ച് വരട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാനിവിടെ പഴയ ഒരു ലിപ് ബാമിൻ്റെ ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു ലിപ് ബാമാണിത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ചെപ്പിൻ്റെ അകത്ത് കുറച്ചിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വരാം. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം പഴയ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ചിപ്പ് ഉണ്ടല്ലോ, അതെടുക്കാം. അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഡബ്ബൊക്കെ മേടിക്കാൻ കിട്ടും. അങ്ങനത്തെ ആണെങ്കിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതായി വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു ബൗളോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബൗള് ഈ ഒരു വായ്വട്ടം കുറച്ച് ഞാൻ എടുത്തിരുന്ന വെള്ളം വെക്കാൻ എടുത്തിരുന്ന സോസ് പാനിൻ്റെ വായ്വട്ടം കുറച്ച് വലുതും ഇത് കുറച്ച് ചെറുതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ ഒരു ചില്ലിൻ്റെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒത്തിരി നേരമൊന്നും വരുന്നില്ല, പെട്ടെന്ന്. ഞാനത് നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു 20 സെക്കൻഡിനൊക്കെ അകത്ത് ഇത് നല്ലതുപോലെ മെൽറ്റായി വരും. അപ്പോൾ ഇനി ഈ ഒരു ലിപ്സ്റ്റിക്ക് ചിലപ്പം ഒന്ന് അലിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഉടച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എന്തായാലും നമുക്കിത് ഇതൊന്ന് മെൽറ്റ് ആവുന്നത് വരെ ഞാനിതൊന്ന് ഇളക്കിയെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ വേറൊരു സൂത്രം ഞാൻ പെട്ടെന്നാവാൻ പറഞ്ഞുതരാം. ഇതുപോലത്തെ ഒരു പക്കട് ഉണ്ടെങ്കിൽ ആ പക്കട് ഈ ഒരു ബൗളിൽ ഞാൻ പിടിച്ചിട്ട് ഈ ചൂടുവെള്ളത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് മുക്കി കൊടുത്തുന്ന പെട്ടെന്ന് തന്നെ അതായി വരും. പക്ഷെ ബൗള് നല്ല കൺട്രോളായിട്ട് നമ്മൾ പിടിക്കണം ആ പക്കറ്റിൽ കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉരുകി വരും. ഇതുപോലെ ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ എന്തായാലും ഇവിടെ ഈ ഒരു വാസലിനൊക്കെ നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കൂട്ട് ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഡപ്പയിലോട്ട് ഞാനിതൊന്ന് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. ഒഴിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഒഴിക്കണം. നമ്മൾ ചൂടോട് കൂടിയാണ് ആ പാത്രത്തിനകത്തോട്ട് ഒഴിക്കുന്നത്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് എടുക്കാതിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ പാത്രം വഴി മുഴുവൻ കമത്തുവാണെങ്കിൽ ചിലപ്പോൾ അതെല്ലായിടത്തും പോയെന്ന് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കോരി ഒഴിക്കാൻ കേട്ടോ. നമ്മുടെ ലിപ് ബാം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇത് നല്ലതുപോലെ ഡപ്പ അടച്ചിട്ടുണ്ട്. നല്ലതുപോലെ ടൈറ്റായിട്ട് അടയ്ക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രീസറിൽ ഒരു 20-25, അത് നിങ്ങളുടെ ഓരോ ഫ്രീസറിനനുസരിച്ച്. എനിക്കിവിടെ 20 മിനിറ്റിനകത്ത് എനിക്കിവിടെ ആയി വന്നു കേട്ടോ. അപ്പോൾ ഞാനിത് എന്തായാലും ഒന്ന് ഫ്രീസറിൽ കൊണ്ട് വെക്കുകയാണ്. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പം ഞാൻ കാണിച്ചു തരാം.
ഇതാ 20 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നോക്കിക്കേ, നമ്മുടെ ലിപ് ബാം നല്ല അടിപൊളിയായി വന്നിട്ടില്ലേ. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള നിറത്തിലൊക്കെ എടുക്കാം. 1 ടേബിൾ സ്പൂണോളം ഉള്ള വാസലിന് ഇത്രയും മാത്രമല്ല കേട്ടോ, എനിക്ക് ഈ ഒരു ഡപ്പയിൽ ഇത്രയും കൊണ്ടുള്ളൂ. ഇതേപോലെ തന്നെ വേറൊരു ഡപ്പയിലും ഞാൻ നിറച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് 1 ടേബിൾ സ്പൂണിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ലിപ് ബാം, കാണുന്നുണ്ടോ? ഇത് വളരെ എളുപ്പത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ, കണ്ടില്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് പല കളേഴ്സിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താണ് ലിപ്സ്റ്റിക്ക് ഷെയ്ഡ്സ് ഉള്ളത് അത് വെച്ചിട്ട് ഉണ്ടാക്കാം. ഇപ്പം ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ട് പോകുന്ന പല വീട്ടമ്മമാരുണ്ട്. എല്ലാവരും മേക്കപ്പിനോട് താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ലിപ് ബാമൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി അതുമല്ല, എപ്പോഴും നമ്മുടെ ബാഗിൽ ഒരു ലിപ് ബാം ഇരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ചുണ്ടൊക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആവാനും, ഇത് ഒത്തിരി സോഫ്റ്റ് ആവും ഈ ലിപ് ബാം നമ്മൾ തൂത്ത് കൊടുക്കുമ്പം. അതുപോലെ തന്നെയാണ് ഒരു ചെറിയൊരു കളറും കൂടെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അത് ഞാനിതൊന്ന് ഇട്ട് കാണിക്കാം കേട്ടോ. കണ്ടില്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. ഒരു ഫ്രീസറിനകത്ത് വളരെ ഈ പറഞ്ഞ പോലെ ഇതൊന്ന് കട്ടയാവുന്നത് വരെ ഒന്ന് വെച്ചാൽ മാത്രം മതി. അതിന് ഒത്തിരി നേരം ഒന്നും എടുക്കത്തില്ല. അപ്പോൾ ഇതാ നമ്മുടെ ലിപ് ബാം റെഡിയാണ്. ഹോം മെയ്ഡ് ലിപ് ബാം. നിങ്ങളത്തെ കുറച്ച് ഡപ്പകളൊക്കെ മേടിച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും കാലിയായിട്ടുള്ള ഡപ്പകളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഇതുപോലെ നിറച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോം മെയ്ഡ് ലിപ് ബാം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.